നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ശ്വാസം മുട്ടൽ അഥവാ ആസ്മ. അതിപ്പോൾ കൊച്ചുകുട്ടികൾക്കാവട്ടെ, മുതിർന്നവരിലാകട്ടെ, പ്രായമായവരിലാകട്ടെ എല്ലാവർക്കും ഒരുപോലെ ഇത് കാണപ്പെടുന്നുണ്ട്. കേരളത്തിൽ ആസ്മ ബാധിക്കുന്നവരുടെ നിരക്കുകൾ കൂടി വരുന്നുവെന്നാണ് കണക്കുകൾ. ആസ്മ എന്നാൽ എന്താണ്, എന്തുകൊണ്ട് ഇതിങ്ങനെ കൂടി വരുന്നു, ഇതിനുള്ള ചികിത്സകളെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് കൊച്ചിയിലെ ആസ്റ്റർ മെഡ്സിറ്റിയിലെ ലീഡ് സീനിയർ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റായ ഡോക്ടർ ജേക്കബ് ബേബി. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ആസ്മ അങ്ങനെ കൂടി വരുന്നു എന്ന് കണക്കുകൾ പറയുന്നു. എന്തുകൊണ്ടായിരിക്കും ഇത്? ആസ്മ കൂടി വരുന്നതെന്നുള്ള കണക്കുകൾ എല്ലാ രാജ്യങ്ങളും, കേരളത്തിൽ മാത്രമല്ല എല്ലാ വികസിത രാഷ്ട്രങ്ങളിലെല്ലാം ആസ്മയുടെ നിരക്ക് വളരെ കൂടുതലാണ് എന്നാണ് ഇപ്പം കാണപ്പെടുന്നത്. അതിന് കുറേ കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതുകൊണ്ടാണ്. അപ്പോൾ അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത്, പ്രധാനമായിട്ട് പറയുന്നത്, കൂടുതൽ ആൾക്കാർ, നമ്മുടെ കുട്ടികളായാലും എല്ലാവരും നമ്മൾ വളരെ ക്ലീനറായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് പോകണം. അപ്പം നമ്മൾ വളരെ ശുചിത്വം പാലിച്ച് പോകുമ്പോൾ പണ്ടുള്ള പോലെയുള്ള ഒരു എപ്പോഴും ഇൻഫെക്ഷൻ വരിക, എപ്പോഴും അങ്ങനെ വരുമ്പോൾ ശരീരത്തിന് വേറൊരു അതൊരു ശരീരത്തിൻ്റെ ഒരു പ്രതിരോധവും അലർജിയും രണ്ടാണ്. അപ്പം ഈ കൂടുതൽ ഇൻഫെക്ഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അലർജി കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇൻഫെക്ഷൻ വരുന്നത് കുറവാണ്. അപ്പോൾ ഇൻഫെക്ഷൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വൈറസ് ബാധകൾ കുറേ കൂടി വരുന്നുണ്ട്. മറ്റുള്ള ബാക്ടീരിയൽ അണുബാധകൾ കുറവാണ്. പിന്നെ നമ്മൾ കൂടുതൽ പ്രതിരോധം കുത്തിവയ്പ്പുകളൊക്കെ കൊടുത്ത് അവർക്ക് വലിയ ഇൻഫെക്ഷൻ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് അലർജി സൈഡിലേക്ക് ഷിഫ്റ്റ്, ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അവർക്ക് ആ ഒരു രീതിയിലേക്ക് പ്രതിരോധത്തിൻ്റെ അവസ്ഥ മാറിയിട്ട് അവർക്ക് കൂടുതൽ അലർജി എന്ന് പറഞ്ഞാൽ പ്രതികരണം കൂടി വരുന്നു. അപ്പോൾ അതാണ് അതിനൊരു കാരണം. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സമയവും കുട്ടികൾ അകത്ത് തന്നെ. അപ്പോൾ ഇൻഡോറിൽ അകത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ അകത്തുള്ളിരിക്കുമ്പോൾ വീടിൻ്റെ അകത്തുള്ള അലർജനുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കൂടുതലുള്ള അലർജി, നമ്മുടെ ശ്വാസം മുട്ടലിന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന 2 അലർജികളാണ്. ഒന്ന് ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്ന് പറഞ്ഞാൽ വീട്ടുപൊടി ചെള്ളം എന്ന് പറഞ്ഞാൽ ചെള്ളർ കുഞ്ഞ് കാർപ്പറ്റിലൊക്കെ ഇരിക്കണം, അതും പിന്നെ ഫംഗസ്, പിന്നുള്ളത് പാറ്റ. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ ഉണ്ട്, അതിനുശേഷം തുടരാം. ഹലോ ഹലോ, നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടറോട്. സാർ, ഞാൻ കണ്ണൂരിൽ നിന്ന് പ്രിയയാണ് വിളിക്കുന്നത്. എനിക്ക് മൂന്ന് വർഷമായിട്ട് പിന്നെ ഈ ബ്രോങ്കിയൽ ആസ്മയുടെ പ്രോബ്ലം ഉണ്ട്. ഹലോ, കേൾക്കാം. ഞാൻ എന്നിട്ട് ഫോംടൈഡ് 400 എന്ന ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തൊണ്ടയിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നു. അപ്പൊ ഞാൻ എന്നെ ചികിത്സിക്കുന്ന ഡോക്ടറോട് പറഞ്ഞിട്ട് നെബുലൈസർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഇങ്ങനെ ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് നെബുലൈസർ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നെബുലൈസർ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ആസ്റ്റാലിൻ പിന്നെ 3 നേരം 1 മില്ലി യൂസ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് കൂടുതൽ പ്രശ്നമുണ്ടോ, എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് ഇതിന് ഉണ്ടോ? നിങ്ങൾ ചോദിച്ചതിൻ്റെ അകത്ത് 2-3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഒന്ന്, ആദ്യം പറഞ്ഞത് ഇൻഹേലർ ഉപയോഗിക്കുന്നത്, ആ പറഞ്ഞ ഇൻഹേലറിൻ്റെ അകത്ത് സ്റ്റീറോയിഡ് അടങ്ങിയ ഇൻഹേലറാണ്. സ്റ്റീറോയിഡ് അടങ്ങിയ ഇൻഹേലറാണ് ആസ്മയ്ക്ക് വേണ്ടത്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചതിന് ശേഷം അത് സ്പേസർ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു ട്യൂബ് പോലത്തെ സാധനത്തിൻ്റെ അകത്ത് മരുന്ന് വെച്ചിട്ട് അടിക്കുക. അത് അടിച്ചതിന് ശേഷം വായിക്കകത്ത് വെള്ളം ഒഴിച്ച് കുപ്പിളിച്ച് കളയുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ, അതുകൊണ്ട് ഒരു സൈഡ് ഇഫക്റ്റാണ് തൊണ്ടയിൽ ഇൻഫെക്ഷൻ, തൊണ്ടയിൽ ഫംഗസ് വരുന്നത്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വായിക്കകത്ത് വെള്ളം ഒഴിച്ച് കുപ്പിളിച്ച് കളഞ്ഞ് അത് കളയണം ഇൻഹേലർ അടിച്ചതിന് ശേഷം, അല്ലെങ്കിൽ സ്പേസർ ഉപയോഗിക്കുക. അത് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ചില ഗാർഗിളുകളുണ്ട്, ഈ വായിക്കകത്ത് വെള്ളം ഒഴിച്ച് കുപ്പിളിച്ച്, അങ്ങനെ അത് ട്രീറ്റ് ചെയ്യാം. പിന്നെ പറഞ്ഞ കാര്യം, അതിന് പകരം നെബുലൈസർ അല്ല അതിൻ്റെ ചികിത്സ. അതിലാണ് ഒരു ചെറിയ പ്രശ്നം പറഞ്ഞതിലുള്ളത്. അപ്പോൾ അതിന് പകരമുള്ളത് നെബുലൈസർ അല്ല. നെബുലൈസർ വീടുകളിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതൊരു ട്രീറ്റ്മെൻറ്റ് ആക്കാൻ പാടില്ല. കാരണം നെബുലൈസറിൻ്റെ ഡോസ് വളരെ കൂടുതലാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇൻഹേലറിൻ്റെ ഒരു 10 ഇരട്ടി ഡോസാണ് നെബുലൈസർ ചെയ്യുന്നത്. അപ്പോൾ ആസ്റ്റാലിൻ എന്ന് പറയുന്ന ആ മരുന്ന് എന്ന് പറയുന്നത് സാൽബുട്ടമോൾ അടങ്ങിയ മരുന്നാണ്. അത് ശ്വാസമുള്ള വരമ്പ് ഉപയോഗിക്കേണ്ടതാണ്. നിങ്ങൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്നാണ് കറക്റ്റായിട്ടുള്ള മരുന്ന്. അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേറൊരു മരുന്ന് ആക്കുകയോ ഡോക്ടറിനെ, ഒരു ശ്വാസകോശ വിദഗ്ധനെ കാണിച്ചിട്ട് ഈ പറയുന്ന സ്പേസർ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ആ തൊണ്ടയുടെ പ്രശ്നം അവസാനിപ്പിക്കും. അതോടുകൂടി ഈ കൺട്രോളിലേക്ക് വരും. ആസ്മ കൺട്രോൾ അല്ലാത്തതുകൊണ്ടാണ് ആസ്റ്റാലിൻ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ശ്രോതാവ് ചോദിച്ചതെന്ന് പറഞ്ഞാൽ, ഈ മെയിൻ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് തൊണ്ടയിൽ പൂപ്പൽ വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് സ്പേസർ പോലത്തെ ഡിവൈസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടറോട്. നമസ്കാരം, ഞാൻ മനോജ് പൂനെ വിളിക്കുകയാണേ. ചോദിച്ചോളൂ മനോജ്. സാറേ, എനിക്കിതുപോലെ ഈ രാത്രികാലങ്ങളിൽ ഭയങ്കര ശ്വാസമുള്ള ഉണ്ടാകുന്നുണ്ടേ. രാത്രിയിലെ
രാത്രിയിൽ ആ ഞാനിങ്ങനെ എയർപോർട്ടിൽ സ്പ്രേ അടിച്ചോണ്ടിരിക്കണേ. ഓക്കെ ജലസമ്മർദ്ദത്തിൽ ഭയങ്കര അമിതമായിട്ട് കൂടി വരുവേ. ഓക്കെ ഇതിനകത്ത് മറ്റേ ഇടയ്ക്ക് ഞാൻ ഈ അസ്ത്രീനുള്ള ഗുളിക കഴിക്കാറുണ്ട്. ഓക്കെ എങ്ങനെ ഗുളികയാണോ എങ്ങനെയാ ഇതുള്ളത്? അല്ല, നിങ്ങൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രാത്രി മാത്രമാണ് ശ്വാസമുട്ടൽ വരുന്നതെങ്കിൽ വീട്ടിൻ്റെ അകത്തുള്ള എന്തെങ്കിലും അലർജൻസ് ആണ് പ്രധാനപ്പെട്ട കാണുന്നത്. അപ്പം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വീട്ടിൻ്റെ അകത്ത് ഉള്ള നമ്മൾ കിടക്കുന്ന ഷീറ്റ് അതിന് ചുറ്റിനുള്ള സാധനങ്ങളൊക്കെ ക്ലിയറായിട്ട് ഉപയോഗിക്കണം. ഷീറ്റുകൾ അടി മാറ്റണം. ആ ഷീറ്റുകളും പിന്നെ നമ്മുടെ തലയോണ കവറും അതൊക്കെ ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങി എടുക്കണം. അതിനാൽ ഈ പറഞ്ഞ വീട്ടുപൊടിച്ചലിൻ്റെ പ്രശ്നമുണ്ട്. വീട്ടിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പാറ്റ ഉണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ ചുറ്റിനും കർട്ടൻ, പിന്നെ ബുക്കുകൾ, പഴയ പൊടി അതൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. അപ്പോൾ വീട്ടിൻ്റെ അകത്ത് വെച്ചിട്ട് രാത്രി ഉണ്ടാകുന്ന കൂടുതൽ അതാണ്. പിന്നെ തണുത്ത കാറ്റ് എപ്പോഴും അടിച്ചുകൊണ്ടിരുന്നാലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പറയുന്ന ഇൻഹേലർ, ആ പറയുന്ന ഇൻഹേലറുകൾ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ രാത്രിയിലുള്ള അറ്റാക്ക് കുറയാൻ ചാൻസ് ഇല്ല. കുറച്ചുകൂടെ ശക്തി കൂടിയ മരുന്നുകൾ ഉപയോഗിക്കണം. കാരണം നിങ്ങൾ രാത്രിയിൽ അറ്റാക്ക് വരുന്ന എല്ലാ ദിവസവും രാത്രി വരുമ്പം ഞങ്ങൾ ആസ്മയുടെ ആ ഒരു പിന്നെ തീവ്രത അനുസരിച്ച് വളരെ കൂടിയ ഒരു ആസ്മ വെറൈറ്റിയിലേക്ക് മാറും. കാരണം രാവിലെ കുഴപ്പമില്ല, പക്ഷേ രാത്രി ഇത് ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനത്തിനെ ബാധിക്കുന്നതുകൊണ്ട് നല്ല ഒരു ഇൻഹേലർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ശക്തി കൂടിയ ഒരു ഇൻഹേലറിലേക്ക് ഉപയോഗിക്കുക. അത് കൃത്യമായിട്ട് രാവിലെയും വൈകിട്ടും ഉപയോഗിക്കുക. ആവശ്യമുള്ള ഉപയോഗിക്കുന്ന മരുന്നിലേക്ക് മാറുന്നില്ലെങ്കിൽ ചിലപ്പോൾ അലർജിയുടെ ഗുളികകൾ വേണ്ടി വരും. ഗുളികകൾ ചിലപ്പോൾ മാത്രമേ ആവശ്യമുള്ളൂ, ചിലപ്പോൾ അലർജിയുടെ ഗുളികകൾ. മറ്റ് ഇൻഹേലറുകൾ തന്നെയാണ് എപ്പോഴും നല്ലത് ഗുളികേനെക്കാട്ടിലും. ആസ്താലും ഗുളിക കഴിക്കേണ്ട സാഹചര്യമാണെങ്കിൽ അത് കഴിക്കേണ്ടി വരും. മറ്റൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ, നമസ്കാരം, സംസാരിച്ചോളൂ. എനിക്ക് ഈ തുമ്മലായിരുന്നു നേരത്തെ, 10-50 തുമ്മലൊന്നിച്ച് തുമ്മുമായിരുന്നു. ഓക്കെ. തുമ്മൽ കഴിഞ്ഞാൽ മൂക്കിൽ കൂടെ ചെറിയൊന്ന് വെള്ളമൊലിക്കും. പിന്നെ ഈ കഫക്കെട്ട്, ഭയങ്കര ചുമ. ഇപ്പോഴും ഉണ്ട് അത്? ഇപ്പോഴും ഉണ്ടോ? നേരത്തെ എന്ന് പറഞ്ഞ പോലെ തോന്നിയല്ലോ. ഇപ്പൊ ശ്വാസമുട്ടലാണോ? ഇപ്പൊ ഉള്ളത് വേറൊരു മരുന്ന് കഴിച്ചുകൊണ്ട് താൽക്കാലികമായിട്ട് നിൽക്കുവാണ്. ഇപ്പൊ ശ്വാസമുട്ടലുണ്ടോ? തുമ്മലും കുറവുണ്ടോ? ശ്വാസമുട്ടായിട്ടില്ല, പക്ഷെ തുമ്മലും ഭയങ്കര, ഈ കണ്ണിന്റെ അവിടെ ചൊറിച്ചില്, അതിൻ്റെ അവിടെ കടിക്കൽ, അങ്ങനെയൊക്കെ ആയിരുന്നു. അതായത് മെയിനായിട്ട് അലർജി തന്നെ ആയിരിക്കും കാരണം. തുമ്മൽ പിന്നെ ആണ് ഇതിൻ്റെ ഒരു ഭാഗം. ഭയങ്കരമായ അലർജിയും മൂക്കിൻ്റെ അകത്ത് ചൊറിച്ചിലും കണ്ണ് ചൊറിച്ചിലും അത് പിന്നെ ചികിത്സിച്ച് ക്ലിയറായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ആസ്മയിലേക്ക് മാറും. അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് കറക്റ്റായിട്ടുള്ള പിന്നെ മൂക്കിൽ അടിക്കുന്ന മരുന്നുകളും അലർജിയുടെ ഗുളികകളും കഴിക്കാം. പിന്നെ പ്രധാനമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ അവിടെ അടുത്തുള്ള എന്തെങ്കിലും ഒരു ഈ ആസ്മയുടെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അലർജി കണ്ടുപിടിച്ചാൽ നമുക്കത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ വലിയ മരുന്നുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. കൂടുതൽ മരുന്നുകൾ ഉപയോഗിക്കേണ്ടത്. അതേസമയം ആസ്മ സ്ഥിരമായിട്ട് വരുവാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കണം. അപ്പോൾ ഇതിപ്പം തുമ്മൽ തുടങ്ങിയിട്ട് ആസ്മയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം മിക്കവാറും ഉണ്ടാകും. അത് ഒഴിവാക്കണമെങ്കിൽ തുമ്മൽ ക്ലിയറായിട്ട് അതിന് പറ്റിയ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കണം. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഡോക്ടറോട് സംസാരിച്ചോളൂ. ചോദിച്ചോളൂ, കേൾക്കാം. ചോദിച്ചോളൂ. എനിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമ, പിന്നെ ഈ കഫം കുറുകി വരിക, ഇതൊരു ശ്വാസമുട്ടൽ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. മരുന്ന് വല്ലതും ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അതായത് വരുന്ന സമയത്ത് മരുന്ന്, പിന്നെ ആശുപത്രിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ ശ്വാസമുട്ടലാന്ന് പറഞ്ഞൊക്കെ കഴിക്കുക, സ്ഥിരമായിട്ടില്ല. ഓക്കെ. ഈ ആസ്മ, ശ്വാസമുട്ടൽ ആസ്മ തന്നെ ആയിരിക്കണം എന്നാണ് എനിക്കിപ്പം ഇത് നിങ്ങളെ കാണാത്തതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എല്ലാ ശ്വാസമുട്ടൽ ആസ്മ ആയിരിക്കില്ല. ആദ്യം ഒരു ഡോക്ടറെ കാട്ടി കുറച്ച് മുമ്പേ, ഒരു 10 കൊല്ലം മുമ്പേ ഇങ്ങനെ കാണിച്ചപ്പോൾ ആസ്മയാന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആസ്മേനായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉണ്ടാവുന്നുള്ളെങ്കിൽ അത് ആസ്മേനാണ്. സ്ഥിരമായിട്ട് ഉണ്ടാകുന്നതാണ് വേറെ അസുഖങ്ങൾ. ആസ്മയുടെ പ്രധാനപ്പെട്ട കാര്യം ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ആസ്മ എന്നുള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസനാളികൾ നീർക്കെട്ടുള്ള അവസ്ഥയാണ്. അത് ചില സമയങ്ങളിൽ അതിനെ അധികരിക്കുന്ന വസ്തുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് എഫക്റ്റ് ചെയ്യുമ്പോൾ പൊടിയോ അങ്ങനെയുള്ള സാധനങ്ങളോ പിന്നെ അണുബാധയോ എന്തെങ്കിലും അലർജിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജോലി ചെയ്യുമോ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് കൂടും. അപ്പോൾ അത് വരാതിരിക്കാനുള്ള മരുന്നുകൾ പിന്നെ എപ്പോഴും നമ്മുടെ ഡോക്ടർമാരുടെ കയ്യിൽ കാണും. നല്ലൊരു ശ്വാസകോശ രോഗ വിദഗ്ധനെ കാണിച്ചിട്ട് അത് വരാതിരിക്കാനുള്ള മരുന്നുകൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. അത് തുടർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ബുദ്ധിമുട്ടുകൾ, ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന അറ്റാക്കുകളാണ് നിങ്ങൾ പറയുന്ന ബുദ്ധിമുട്ട് കൂടി വരുന്നതൊക്കെ അറ്റാക്കുകളെന്ന് നമ്മൾ പറയുന്നത്. അത് ഒഴിവാക്കിയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വേണ്ടത്. അത് ഒഴിവായിരിക്കുന്ന ആളിന് പിന്നെ അറ്റാക്ക് വരാനുള്ള ചാൻസ് കുറഞ്ഞു വരും. എന്നിട്ട് മരുന്നുകൾ ഡോസ് കുറച്ച് കൊണ്ടുവന്ന് നിർത്താൻ പറ്റും. ചിലവർക്ക് കുറേ നാൾ കണ്ടിന്യൂ ചെയ്യുന്ന മരുന്ന് കഴിക്കേണ്ടി വരും. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള.
ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ ഈ പല കോളേഴ്സിൻ്റെ ഇതെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ആസ്മ പലതരത്തിലുണ്ട് അല്ലേ? ഏതെല്ലാം തരത്തിലാണ് ഈ ആസ്മ? ആസ്മ എന്ന് പറയുന്നത് ഒരു കുട്ടികളിൽ ഉണ്ടാകുന്ന ആസ്മ, അങ്ങനെയാണ് നമ്മൾ വേർതിരിക്കുന്നത്. കുട്ടികളിലുണ്ടാകുന്ന ആസ്മ എന്ന് പറയുന്നത് കുട്ടികളിൽ കൂടുതലും ആസ്മ എന്ന് പറഞ്ഞ വലിവ് പോലെയല്ല വരുന്നത്. കുട്ടികൾ എപ്പോഴും ചുമയാണ് എപ്പോഴും വരുന്നത്. എപ്പോഴും ആൾക്കാർ പറയും ഈ കൊച്ചിന് എപ്പോഴും കഫക്കെട്ട എന്ന് പറയും, എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ടുവരില്ല. ഇത് അപ്പോൾ അവർ സ്ഥിരമായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ ആയിരിക്കണമെന്നില്ല ആ ട്രീറ്റ്മെൻറ്റിന് വേണ്ടത്. ആ സമയത്ത് ആസ്മയുടെ മരുന്ന് കിട്ടും. അപ്പോൾ അതൊരു ഇത് അതിലൊരു ഞാൻ പറഞ്ഞ നേരത്തെ 5 വയസ്സിന് താഴെയാണ് ഇവർക്ക് കൂടുതലും വരുന്നത്. അതിൽ പെൺകുട്ടികളിനെക്കാളും കൂടുതൽ ആൺകുട്ടികൾക്കായിരിക്കും ആ സമയത്ത് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്, ശ്വാസം മുട്ടൽ വരുന്നത്. പക്ഷേ അവർക്ക് കുറേ കാലം കഴിയുമ്പോൾ ഒരു പ്രായത്തുമ്പോൾ ആൺകുട്ടികളുടെ സാധാരണയുള്ള ശ്വാസം മുട്ടൽ കുറഞ്ഞു പോകും. പെൺകുട്ടികളിലാണ് അത് ചിലപ്പോൾ നിലനിൽക്കാൻ ചാൻസ്. പ്രായമാവും തോറും പെൺകുട്ടികളിലായിരിക്കും ശ്വാസം മുട്ടൽ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരുന്ന അഡൽട്ടിൽ വരുന്ന ആസ്മയുണ്ട്, അത് ഏത് സമയത്ത് വേണമെങ്കിലും വരാം. അപ്പോൾ അവരുടെയും അവരുടെ ലക്ഷണങ്ങൾ കൂടുതലും ശ്വാസം മുട്ടൽ തന്നെ ആയിരിക്കാം. ചുമ കുറച്ച് പേർക്ക് വരും. ഇപ്പോൾ കുട്ടികളിൽ കൂടുതൽ ചുമയും, പിന്നെ മുതിർന്നവരിൽ കൂടുതൽ ശ്വാസം മുട്ടൽ തന്നെ. പിന്നെ 3-4 ലക്ഷണങ്ങളാണ് കൂടുതലായിട്ട്. ഒന്ന് നെഞ്ചിൽ ഭാരം പോലെ ഇരിക്കുക ചിലവർക്ക് എപ്പോഴും, പിന്നെ കുറുങ്ങൽ സൗണ്ട് കേൾക്കുക, ചുമ ഉണ്ടാവുക. പിന്നെ ഉള്ളത് പിന്നെ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, നമ്മൾ ഒക്യുപ്പേഷണൽ ആസ്മ എന്ന് പറയും. എന്ന് കഴിഞ്ഞാൽ ചിലവർക്ക് ബേക്കറി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വരാം, പൊടിയുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വരാം, പിന്നെ ചില ഫാക്ടറികളിലെ ജോലി ചെയ്യുന്ന ഇവർക്കൊക്കെ പൊടിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ശ്വാസം എന്ന് വെച്ചാൽ അവരുടെ പൊടി അവരുടെ ശ്വാസക്കുഴലുകളിൽ നീർക്കെട്ടുമായിട്ട് പ്രതികരിച്ചിട്ട് അവർക്കത് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മരുന്നുകൾ, ചിലവർക്ക് മരുന്ന് ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നം, ചില മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ചില പ്രഷറിനുള്ള ചില മരുന്നുകൾ ശ്വാസം മുട്ടലുണ്ടാക്കും. അപ്പോൾ പിന്നെ ഉള്ളതാണ് ഈ ഓരോരോ അവസ്ഥയിൽ. പിന്നെ ഉള്ള ചിലവർക്ക് പ്രഗ്നൻസിയിൽ മാത്രം വരുന്ന ശ്വാസം മുട്ടലുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഫാമിലിയിലെ കുടുംബത്തിൽ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അങ്ങനെ വരാം. ഇതാണ് വരുന്നത്. പിന്നെ ഒരു തരം ആസ്മ എന്ന് പറയുന്നത് നമ്മൾ ആസ്മയുടെ പല നിലവാരത്തിലുള്ള ആസ്മകളാണ്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ചുമ മാത്രമുള്ള ആസ്മ ചിലവർക്കുണ്ട്, കഫ് ആസ്മ എന്ന് പറയും. പിന്നെ ആസ്മയുടെ തീവ്രത അനുസരിച്ച് കുറയ്ക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഒരാൾ പറഞ്ഞു എല്ലാ ദിവസവും രാത്രിയിൽ ശ്വാസം മുട്ടലുണ്ടാകുന്നത്. എല്ലാ ദിവസവും രാത്രിയിൽ ശ്വാസം മുട്ടലുണ്ടാകുന്നതാണ് ഏറ്റവും തീവ്രമായ ആസ്മ. അത് നമ്മൾ സിവിയർ ആസ്മ എന്ന് പറയും. അവർ ശരിക്കും നോക്കണം. അവർ കറക്റ്റ് ചികിത്സ കിട്ടിയില്ലെങ്കിൽ വളരെ ഡേഞ്ചറായി മാറാം. അപ്പോൾ അതങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. എല്ലാ ദിവസവും ശ്വാസം ഉള്ളപ്പോൾ മാത്രം മരുന്ന് കഴിക്കുക. രാത്രിയിൽ എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ തീവ്രതയാണ്. പിന്നെ നമ്മൾ ചോദിക്കും എല്ലാ രാത്രിയിലും ഇല്ല, പക്ഷേ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഉണ്ടാവും. അതാ ഒരു ഇടയ്ക്കുള്ള വെറൈറ്റി നമ്മൾ. പിന്നെ ചിലവർക്ക് വളരെ വല്ലപ്പോഴേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ ഒരു മാസത്തിൽ 2 പ്രാവശ്യത്തിൽ കുറവ് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും. അവർ വലിയ കുഴപ്പമില്ലാത്ത വെറൈറ്റിയാണ്. അപ്പോൾ അവർക്ക് ഈ വരാതിരിക്കാനുള്ള മരുന്നുകളുടെ വലിയ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ആസ്മയുടെ പല പല വിധത്തിൽ പറയുന്നത്. ഡോക്ടർ, ഇപ്പോൾ ചിലർ പറയുന്നേക്കാം എനിക്ക് കുട്ടിക്കാലത്ത് ആസ്മയുണ്ടായിരുന്നു, ഇടക്കാലത്ത് ഇതെല്ലാം മാറി നിന്നതാണ്, പിന്നീട് ഒരു പ്രായം കഴിഞ്ഞപ്പോൾ വീണ്ടും വരാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? അതാണ് ഇപ്പോൾ ആസ്മ ചിലവർ പറയും, ചില ഡോക്ടർമാർ, ഞാൻ ചിലപ്പോൾ ഇതുമായിട്ട് ചിലപ്പോൾ ചേർന്ന് എൻ്റെ അടുത്ത് പലരും ചോദിക്കും ആസ്മ മാറുമോ എന്ന് ചോദിക്കും. നമ്മുടെ ബുക്കുകൾ വെച്ച് ആസ്മ ക്യൂറബിൾ ഡിസീസ് അല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഇഷ്ടംപോലെ രോഗികളെ കണ്ടിട്ട് ആസ്മ മാറിപ്പോയത്. കാരണം ആസ്മയുടെ പ്രത്യേകത അതാണ്, കുറേ നാൾ ഇല്ലാതിരിക്കാം. പക്ഷേ ആസ്മ എന്ന് പറയുന്ന അവസ്ഥ അവരുടെ ശരീരത്തിൽ കാണും. ആ അവസ്ഥ എന്ന് പറയുന്നത് അധിക പ്രതികരണ ശേഷിയാണ്. എന്ന് കഴിഞ്ഞാൽ അവർക്ക് എപ്പോൾ വേണമെങ്കിൽ ട്രിഗർ ചെയ്യാം. അപ്പോൾ അവർ കുഴപ്പമില്ലാതെ മര്യാദയ്ക്ക് ജീവിച്ചു പോവാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി ഇന്ന ആഹാരങ്ങൾ കഴിക്കുമ്പോൾ എനിക്ക് പ്രശ്നമുണ്ട്, ഇന്ന പൊടി അടിക്കുമ്പോൾ എനിക്ക് പ്രശ്നമുണ്ട്, ഇന്ന സ്ഥലത്ത് പോയി ഇതൊക്കെ മനസ്സിലാക്കി ഒരാൾ എന്താണ് അധികരിക്കുന്ന വസ്തു, ആ വസ്തു ഒഴിവാക്കി ജീവിക്കുകയാണെങ്കിൽ കൊണ്ടല്ല. പെട്ടെന്നായിരിക്കും അവർ വേറൊരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് ഭയങ്കരമായ തണുപ്പ്, പൊടി എല്ലാം കൂടി ഒരുമിച്ചടിച്ചാൽ അവർക്ക് പെട്ടെന്ന് വരാം. കാരണം ആസ്മ ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ രോഗം ഇപ്പോൾ കേൾക്കുന്ന പല ശ്രോതാക്കൾക്കും മനസ്സിലാവും അവർക്ക് പണ്ടുണ്ടായിരുന്നു പിന്നെ കാണുന്നില്ല, പിന്നെ വരണമെന്നേ ഇല്ല. അങ്ങനെ എനിക്ക് വരും എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും വരാതിരിക്കാം. എന്ന് പറഞ്ഞാൽ ഒരിക്കലും വരാതിരിക്കാം. അവർക്ക് ചിലപ്പോൾ ജീവിതത്തിൽ 2 പ്രാവശ്യം മാത്രം ആസ്മ അറ്റാക്ക് ഉണ്ടായ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ പ്രായമുള്ള ആൾക്കാർ 1 പ്രാവശ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്, എന്നെ ഒരു സ്ഥലത്ത് പോയപ്പോൾ വന്ന് പിന്നെ വന്നിട്ടേ ഇല്ല. പക്ഷേ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വകതിരിവിൽ എല്ലാ മാസവും ഉണ്ടാവുകയാണെങ്കിൽ അവർ സൂക്ഷിക്കുക. അവർക്ക് കുറച്ച് കൂടിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇപ്പോൾ ആസ്മ എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കരുത് ഇങ്ങനെ വലിക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറയുന്നത്. അതല്ല, ആസ്മ എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ്. ചിലപ്പം ആസ്മയുള്ള ഇഷ്ടംപോലെ പേര് ഒളിമ്പിക്സിന് പങ്കെടുത്തവരുണ്ട്, ഒളിമ്പിക്സിൽ പങ്കെടുത്തവർ, മാരത്തോൺ ഓടിയവരുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് മരുന്ന് ഉപയോഗിച്ച് കൺട്രോളിലാണ് ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ ചികിത്സകളിലേക്ക് വരികയാണെങ്കിൽ തന്നെ ആദ്യം ഒരു സംശയമുള്ളതെന്ന് വെച്ചാൽ ഈ പലരും പറഞ്ഞിട്ടുണ്ട് ചില ഭക്ഷണ സാധനങ്ങൾ പെട്ടെന്ന് ചില മീനുകളോ അല്ലെങ്കിൽ ആമയെ കഴിച്ചാൽ മതി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഒറ്റമൂലി ചികിത്സ പോലെ എന്തൊക്കെയോ ഇതുകൊണ്ട് മാറിപ്പോകും എന്ന് ചിലർ പറയുന്നത് കേൾക്കുന്നു. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള സത്യമുണ്ടോ? അല്ല, നമുക്ക് നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ ശാസ്ത്രം നമ്മൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇന്ന് അറിയാവുന്ന ശാസ്ത്രം വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നാളെ മാറി കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ പറയും നമ്മൾ അന്ന് പറഞ്ഞിരുന്നതൊക്കെ തെറ്റാണ്,
ഇതൊന്നും അല്ല കറക്റ്റായിട്ടുള്ള കാരണം. പക്ഷേ ഇതിനകത്തുള്ള കാര്യം എന്ന് പറയുന്നത് ശ്വാസനാളിയിലുള്ള നീർക്കെട്ടും ശ്വാസനാളി സങ്കോചവും ഉണ്ടാകുന്നുണ്ട്. ഇതാണ് ആസ്മ മാറാൻ വേണ്ടി പലരും പലതും ചെയ്യും. നമ്മൾ ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ ട്രീറ്റ് ചെയ്യുന്ന പല പേഷ്യൻസും അത് ട്രീറ്റ് ചെയ്തോണം. ചിലവർ വന്ന് പറയുന്നുണ്ട് ഞാൻ അവിടെ പോയി അത് കഴിച്ച് മാറി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആസ്മ എന്നുള്ളൊരു അസുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും, ഒരു സംശയം വേണ്ട. മിക്ക പേർക്കും, ഞാൻ കണ്ടിട്ടുള്ള കുറേ പേർക്കും ആസ്മ മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. കുറേ പേർക്ക് അത് നിലനിൽക്കും. അപ്പോൾ ഞാൻ അതിനെ കാണുന്നത്, എൻ്റെ ഒരു ചിന്താഗതിയിൽ കാണുന്നത്, അവർ മാറിപ്പോകാൻ ചാൻസ് ഉള്ളവർ തന്നെയാണ് ഇവരെല്ലാം. ഇവരിപ്പോൾ ആ ഒരു ചികിത്സ എടുത്തുകൊണ്ട് മാത്രമാണ് മാറിപ്പോയെന്ന് നമുക്ക്. കാരണം പിന്നെ നമുക്ക് അതിൻ്റെ അകത്തുള്ള ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അറിയാൻ വയ്യാത്ത കാര്യത്തെക്കുറിച്ച് എന്തായാലും നമുക്കറിയാവുന്നത് മാത്രമേ സത്യമുള്ളൂ, ബാക്കിയെല്ലാം സത്യമല്ല എന്ന് അങ്ങനെ വിചാരിക്കുന്ന ആളല്ല ഞാൻ. അപ്പോൾ നമുക്കതിനെ പുച്ഛിക്കാനും പറ്റില്ല. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ശാസ്ത്രീയ വശങ്ങളുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവർക്ക് മാറുന്ന ഇഷ്ടംപോലെ പേര് മാറും. അപ്പോൾ എൻ്റെ അടുത്ത് ചില പേഷ്യൻ്റ് പറയും, ഡോക്ടർ അന്ന് എനിക്കൊരു ഇന്ന സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അന്നൊരു മരുന്ന് തന്നില്ലേ, അത് ഡോക്ടർ 1 മാസത്തേക്ക് ഉപയോഗിക്കാൻ പറഞ്ഞ്, അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ആസ്മ വന്നിട്ടില്ല, അത് മാറിപ്പോയി. അപ്പോൾ നമ്മൾ പറയും ഈ മരുന്ന്, പക്ഷേ നമ്മൾ ശാസ്ത്രം നോക്കിക്കഴിഞ്ഞാൽ ആ മരുന്ന് അടിച്ചു കഴിഞ്ഞാൽ ശ്വാസം കൊണ്ട് മാറിപ്പോവില്ല. പക്ഷേ ഒരു മാറിപ്പോയി, അത് ആസ്മ മാറുന്ന അസുഖമാണ്. അങ്ങനെ ചിലവർക്ക് മാറും, കുറേ പേർക്ക് മാറും അസുഖം. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ ചികിത്സകളെ കുറിച്ച് പറയുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ചികിത്സകളാണ് ഇന്ന് ലഭ്യമായിട്ടുള്ളത്? ആസ്മയുടെ ചികിത്സയിൽ എപ്പോഴും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചികിത്സിക്കുന്നത് ആസ്മ തന്നെയാണോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞാൻ എപ്പോഴും നമ്മൾ പറയുന്നത്, കാരണം ആസ്മ എല്ലാ ശ്വാസം മുട്ടലും ആസ്മയല്ല. കാരണം ചില ആൾക്കാർ പുകവലിക്കുന്നവരുണ്ട്, അവർക്ക് ആസ്മയാണെന്ന് പറഞ്ഞ് ഈ ചികിത്സ എടുക്കും, അവരുടെ അസുഖം മാറാൻ വളരെ പാടായിരിക്കും. പുകവലിക്കുന്നവരുടെ അസുഖം വേറെ ഡിഫറെൻ്റാണ്. അപ്പോൾ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ആസ്മ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ചികിത്സ എന്ന് പറയുന്നത് ആസ്മ തന്നെയാണ് എന്ന് നമ്മൾ തീർച്ചപ്പെടുത്തണം. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ പറയുന്ന ആസ്മയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ പ്രതികരിപ്പിക്കുന്ന വസ്തുതകളുണ്ട്, റിസ്ക് ഒക്കെ പറയും, നമ്മളതിന് പറയും അധികരിപ്പിക്കുന്ന കാര്യങ്ങൾ, അത് കണ്ടുപിടിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനം. പലർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവരുടെ ശ്വാസം മുട്ടൽ മാറാതെ നിൽക്കുന്നത്. ചില ആൾക്കാർക്ക് ചില വീട്ടിൽ പട്ടിയും പൂച്ചേനെയും പൊടിയുള്ള സാധനങ്ങളൊക്കെ വളർത്തിയിട്ട് മരുന്നുകൾ ഉപയോഗിച്ച് ഒരു ഡോക്ടറുടെ അടുത്ത് മറ്റേ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല. ആദ്യം അവർ ചെയ്യേണ്ടത്, ചിലപ്പോൾ അവിടെയുള്ള പൂച്ചയുടെ പ്രശ്നമായിരിക്കും, അവിടെ ഒരു പട്ടിയുടെ പ്രശ്നമായിരിക്കും, അത് അകത്ത് പട്ടിയുടെ കൂടെ കിടന്ന് ഉറങ്ങിയിട്ട് ചുമക്കുന്നു ശ്വാസം മുട്ടുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവർക്ക് പെറ്റിനോട്ടുള്ള ഭയങ്കരമായ ഒരു അറ്റാച്ച്മെൻറ്റ് കാണും. പക്ഷേ ആ അറ്റാച്ച്മെൻറ്റ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി ചിലപ്പോൾ അത് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അധികരിക്കും. പിന്നെ ചിലവർക്ക് ശരിക്കും ഭയങ്കര സിവിയർ ആസ്മാറ്റിക് അറ്റാക്സ് വരുന്ന മിക്ക പേഷ്യൻറ്റുകളും നാം നോക്കുമ്പം ഫുഡ് അലർജി ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അവർക്ക് ശരിക്കും അലർജി ഉള്ള ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും ആ അറ്റാക്ക് വരുന്നത്. കാരണം പലപ്പോഴും നമ്മൾ ആസ്മ ഭയങ്കര കഠിനമായി വരുന്ന പലർക്കുണ്ട്. അപ്പം ചെമ്മീൻ, അപ്പോൾ ആസ്മയുള്ള ആൾക്കാർ, ഇപ്പം നമുക്കിപ്പോൾ അലർജി ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ചെമ്മീൻ കഴിക്കുമ്പോൾ പ്രശ്നമുണ്ട്, ഞണ്ട് കഴിക്കുമ്പോൾ പ്രശ്നമുണ്ട്, കക്ക ഇറച്ചി കഴിക്കുമ്പോൾ പ്രശ്നമുണ്ട്. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുള്ള സാധനങ്ങൾ അലർജി വരുന്നത്. പിന്നെ ചില ആൾക്കാർ നമ്മൾ കൂടുതലും അലർജി ടെസ്റ്റ് ചെയ്യുമ്പം കുട്ടികളിൽ കൂടുതലും വലിയവർക്കുള്ളിലും അലർജി വരുന്ന സാധനമാണ് പാല്, മുട്ട, പിന്നെ ഈ ഉഴുന്നിൻ്റെ സാധനങ്ങൾ. ഇപ്പം ആയുർവേദത്തിലെ ഡോക്ടർമാർ, നിങ്ങളിപ്പോൾ ഇവിടെ പലപ്പോഴും ആയുർവേദക്കാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു കാണും ഇന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്, കേട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ സത്യമുണ്ട്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഓറഞ്ച് കഴിക്കുമ്പോൾ പ്രശ്നം, അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളത്. പിന്നെ ചിലവർക്ക് പറയും ഒരു പ്രശ്നമില്ല, ഞാൻ ഓടിയാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ അത് ഓടുന്നതിന് മുമ്പ് ഉപയോഗിക്കേണ്ട മരുന്നുകളുണ്ട്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് ആരോഗ്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ ഏത് വകതിരിവാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് കറക്റ്റ്. ഇപ്പോൾ വല്ലപ്പോഴും ആണ്ടിലൊരിക്കലും ശ്വാസം മുട്ടൽ വരുന്ന ആളിന് സ്ഥിരമായിട്ട് മരുന്നിൻ്റെ ആവശ്യമില്ല, ആ സമയത്ത് മതി. അപ്പോൾ അത് വരാൻ നേരത്ത് ഉപയോഗിക്കേണ്ടപ്പോൾ ശ്വാസകോശം സങ്കോചിച്ചിരിക്കാൻ തുറക്കാനുള്ള ഒരു മരുന്നും നീർക്കെട്ട് പോകുന്ന 2 മരുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മൾ സാൽബുട്ടമോൾ പോലുള്ള, നേരത്തെ പറഞ്ഞില്ല ആസ്താലിൻ നെബുലൈസേഷൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാൽബുട്ടമോൾ പോലുള്ള മരുന്നുകളാണ് വരുമ്പോൾ ഉപയോഗിക്കേണ്ടത്. വരാതിരിക്കാനുള്ളതെല്ലാം സ്റ്റീറോയിഡ് അടങ്ങിയതാണ്. അത് സ്റ്റീറോയിഡ് നേക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് നേരെ ലങ്സിലേക്ക് ഉപയോഗിക്കുന്ന ഇൻഹേലർ രൂപത്തിലെത്തിയാൽ സൈഡ് എഫക്റ്റ് ഇല്ല. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് നേരത്തെ ഒരു പുള്ളിക്കാരി പറഞ്ഞു, തൊണ്ടയിൽ ഇൻഫെക്ഷൻ, അത് കറക്റ്റായിട്ട് വായൊക്കെ കഴുകിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല. അതിൽ നിന്നില്ലെങ്കിലാണ് പിന്നെ ഗുളികകൾ വേണ്ടി വരുന്നത്, ചിലപ്പോൾ സ്റ്റീറോയിഡ്. ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഭയങ്കര അലർജി കൂടിയ ആൾക്കാർക്ക് ഇപ്പോൾ പുതിയ ചില ഇഞ്ചക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വളരെ കോസ്റ്റ്ലിയാണ്. അങ്ങനെ ആ ഒരു ലെവലിൽ, എന്നാൽ സ്റ്റീറോയിഡ് ഗുളികകൾ തന്നെ എല്ലാ ദിവസവും കഴിക്കേണ്ടി വരുന്നവർക്ക് അതിന് വേണ്ടിയുള്ള പുതിയ ബയോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഓക്കെ, ഇൻഹേലർ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിലും പലർക്കും ഭയമാണ്. ഇത് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ,
അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു തെറ്റിദ്ധാരണ മാറ്റി. നമ്മുടെ ഇൻഹേലർ എന്ന് പറയുന്നത് ഒരു രൂപം മാത്രമേ ഉള്ളൂ മരുന്നിൻ്റെ. കുപ്പിയിലിരിക്കുന്ന സിറപ്പ്, ഗുളിക രൂപത്തിലിരിക്കുന്ന ഗുളികകൾ, പിന്നെ ഇഞ്ചക്ഷനുകൾ, ഇതുപോലെ ഒരു സാധനമാണ് ഇൻഹേലർ. ഓയിൻമെൻറ്റ്, തൈലം. അപ്പോൾ ഞങ്ങൾ സാറിന് പറയും നേരിട്ട് ഇപ്പോൾ ഇവിടെ ഒരു വേദന ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മരുന്ന് പുരട്ടാം. നമുക്കാണെങ്കിൽ ഗുളിക കഴിച്ചാലും ഇവിടുത്തെ വേദന പോകും, ചിലപ്പോൾ ഇത് പുരട്ടിയാൽ മതി. അപ്പോൾ അതിന് നമ്മൾ നേരെ അപ്ലൈ ചെയ്യുന്നതാണ് ഇൻഹേലർ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലപോലെ നേരെ, അതിനകത്തൊന്നുമില്ല, ഇൻഹേലർ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. മരുന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ വലിക്കുമ്പോൾ ലങ്സിലേക്ക് മരുന്ന് എത്തും. ചുമ്മാ ഇരുന്ന് അടിച്ചാൽ ഒന്നും ഒരിടത്ത് എത്തില്ല. അടിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ഇങ്ങനെ അടിച്ചുകൊണ്ട് ഇങ്ങനെ വലിച്ചിട്ട് ശ്വാസം പിടിച്ചു വെച്ചാൽ നേരെ ലങ്സിൽ പോയി അതവിടെ കിടക്കും. അതാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ്. ആ ഇൻഹേലർ എന്ന് പറയുന്നത് വളരെ സേഫായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു ഇൻഹേലറും നെബുലൈസറും നമ്മൾ കമ്പയർ ചെയ്ത്, ഇൻഹേലറും ഗുളികയായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഗുളികയുടെ ഒരു 1000-1 ഭാഗം മാത്രമേ പോകുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ ഗുളിക കഴിക്കുമ്പോൾ അല്ലെങ്കിൽ സിറപ്പ് കുടിക്കുമ്പോൾ അത് വയറ്റിൽ പോയി രക്തത്തിൽ കൂടെയാണ് ലങ്സിലെത്തുന്നത്. അതിൻ്റെ കൂടെ തന്നെ എല്ലാം കയ്യിലോട്ടും കാലിലോട്ടും ഒക്കെ പോവും. ചിലവർ കൈ വിറയ്ക്കും, നെഞ്ചിടിക്കും, അതൊന്നും ഇതിലുണ്ടാവില്ല. അപ്പം ഈ ചിലവർ ഇൻഹേലർ അടിക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് പറയും. കാരണം അത്രയ്ക്ക് സെൻസിറ്റീവ് ആയിരിക്കും അവർ. അപ്പോൾ ഇൻഹേലർ ഏറ്റവും സേഫായിട്ടുള്ള മരുന്ന്. ആ ഒരു പേടി മാറണം. കാരണം എന്ന് വെച്ചാൽ ഇൻഹേലർ രൂപത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഇൻസുലിൻ വരുന്നത്. ഇൻസുലിൻ വരുന്നുണ്ട്. കാരണം രാജ്യങ്ങളിൽ അവൈലബിൾ ആണ് ഇൻസുലിൻ. ഈ കുത്തുന്നതിന് വരെ കുലുക്കിയിട്ട്, പക്ഷേ അത് ആസ്മക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആ ഇൻസുലിൻ ആസ്മക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ഇൻഹേലർ എന്ന സാധനത്തിനോട് നമ്മൾ ഭയം വേണ്ട. ലോകമെമ്പാടും ഇൻഹേലർ ഭയമാണ്. കാരണം ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളതിൽ ഇൻഹേലറാണ് ഏറ്റവും സേഫ്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.